ഒരു ദുഃഖം നടക്കുമ്പോൾ മറുവശത്ത് ഒരു സന്തോഷം നൽകുന്ന ഒരു പരിപാടി നമ്മുടെ ബിഗ് ബോസിന് പണ്ടേ ഉള്ളതാണ്. അങ്ങനെ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലും ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വിശദമായി പറയുകയാണെങ്കിൽ നമ്മുടെ നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതിന്റെ ദുഃഖത്തിൽ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും. അതിനിടയിലാണ് ബിഗ് ബോസ് ഒരു കേക്കുമായി എത്തിയത്. കേക്ക് കണ്ടപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഞെട്ടിപ്പോയി. അതുപോലെ തന്നെയാണ് കുടുംബാംഗങ്ങളും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ആദ്യം ആർക്കും പിടികിട്ടിയില്ല. പിന്നെയാണ് നമ്മുടെ ഒണിയലിന്റെ പിറന്നാളാണ് എന്ന് മനസ്സിലായത്. അതോടെ എല്ലാവരും ആഘോഷത്തിന് വേണ്ടി തയ്യാറെടുത്തു എന്നുണ്ടെങ്കിൽ പോലും ആരുടെ മുഖത്തും അത്ര വലിയ സന്തോഷമുണ്ടായിരുന്നില്ല. എല്ലാവരും നെവിൻ പോയതിന്റെ ദുഃഖത്തിലായിരുന്നു. ഒണിയലിന്റെ പിറന്നാൾ ദിവസമായതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഒരു കേക്കാണ് സമ്മാനമായി നൽകിയത്. കേക്ക് എല്ലാവരും കട്ട് ചെയ്തു. പിന്നീട് ഒണിലിന്റെ വീട്ടുകാർ അയച്ചു കൊടുത്ത വീഡിയോ ക്ലിപ്സും സ്ക്രീനിൽ കാണിച്ചും കൊടുത്തു. എന്നാൽ അപ്പോഴൊന്നും ആർക്കും ഒരു സന്തോഷമില്ല. മുഖത്ത് ആകെ സന്തോഷമുള്ളത് അനുവിനും ആദിലയ്ക്കും നൂറയ്ക്കും മാത്രമാണ്. ഇവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. മറ്റുള്ളവർക്കൊക്കെ തന്നെ ഈ മരിച്ച വീട്ടിൽ ചെന്ന ഒരു ഫീലാണുള്ളത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്തിനു വേണ്ടി കാണിച്ചു കൂട്ടുകയാണെന്ന് നമുക്ക് പോലും അറിയില്ല. ബിഗ് ബോസ് എന്തായാലും കേക്ക് കൊടുത്ത് എല്ലാവരെയും ഹാപ്പിയാക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങളൊന്നും തന്നെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുമില്ല. ആകെ ശ്രമിച്ചത് നൂറയും ആദിലയും അനുവും മാത്രമാണ്. എന്നാൽ നെവിന്റെ ഈ അപ്രതീക്ഷിത പുറത്തു പോകലിൽ നമ്മുടെ ബിഗ് ബോസിന് എന്തോ ഒരു പങ്കുണ്ട്. അതായത് ബിഗ് ബോസ് പല സീസണുകളിലായിട്ടും സീക്രട്ട് റൂമിൽ പലരെയും നിർത്താറുണ്ട്. അങ്ങനെ ഇത്തവണ വേണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുന്നത് നെവിനെ നിർത്താനായിരിക്കും. അതുകൊണ്ടായിരിക്കും ചില പ്രശ്നങ്ങളൊക്കെ തന്നെയും ഉണ്ടായിക്കൊണ്ട് നെവിൻ പുറത്തായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുടുംബാംഗങ്ങളെ വിശ്വസിപ്പിച്ചത്. എന്തായാലും ഇനി ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും എപ്പിസോഡുകളിലും ലൈവിലുമായി നമുക്ക് കണ്ട് മനസ്സിലാക്കാം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.